വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് JPC റിപ്പോർട്ട് നമ്മുടെ പാർലമെൻറ്റിലെ മേശപ്പുറത്ത് വെച്ചപ്പോൾ OWൈസി ഭരണഘടന വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വയ്പ്പായിരുന്നു. അതിനെക്കുറിച്ച് TGക്ക് എന്താ പറയാനുള്ളത്? അയാൾ ഒരു ബഹളക്കാരനാണ് സ്ഥിരം. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതിൽ ആർട്ടിക്കിൾ 14, 15, 17, 28, 31 എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ നമ്പറുകളൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിനെല്ലാം വിരുദ്ധമാണ്, ഇത് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്. ഈ മനുഷ്യൻ JPCയിലും മെമ്പറായിരുന്നു. അങ്ങേർക്ക് പറയാനുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതും കൂടെ ചേർത്തുള്ളതാണ് JPC റിപ്പോർട്ട്. ഇവരുടെ എല്ലാം വിയോജനക്കുറിപ്പുകൾ. അപ്പോൾ എൻ്റെ വിയോജനക്കുറിപ്പ് ചേർത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അമിത്ഷാ പറഞ്ഞു ശരി ചേർത്തിട്ടില്ലെങ്കിൽ അത് പരിശോധിച്ച് അതും കൂടെ ചേർത്ത് ചെയ്യാം. ഇപ്പോൾ JPC ചെയർമാൻ ജഗദംബിക പാൽ പറഞ്ഞു ചേർക്കാൻ പറ്റാത്ത കുറേ പോർഷനുണ്ട്, അത് ഇവർ പറഞ്ഞ ചീത്തയും അശ്ലീലവുമാണ്, അത് റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കാൻ പറ്റില്ല. ഈ ഒരാൾ അരമണിക്കൂർ സംസാരിച്ചാൽ അതിൽ 28 മിനിറ്റും അശ്ലീലവും ചീത്തയും ശാപം പ്രാക്ക് ഇതൊക്കെയാണ്. ഇത് പാർലമെൻറ്റിൽ വയ്ക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ആ 28 മിനിറ്റ് ഞാൻ കളഞ്ഞു. അവസാനത്തെ 2 മിനിറ്റിൽ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് ഞാൻ ചേർക്കും, അത് ചേർത്തിട്ടുമുണ്ട്. ഇനി മറ്റതും കൂടെ ചേർക്കണമെങ്കിൽ എനിക്ക് വിരോധമില്ല, പക്ഷേ പാർലമെൻ്ററി നടപടികൾക്ക് വിരുദ്ധമാണത് എന്ന് ജഗദംബിക പാൽ ഏതായാലും അത് പരിശോധിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ അസദുദ്ദീൻ ഒവൈസി ഇവരുടെ ഫാമിലി ചരിത്രപരമായിട്ട് ഹൈദരാബാദിലെ റസാക്കർമാരാണ്. അതായത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഹൈദരാബാദിലെ നൈസാം ഞാൻ പാകിസ്ഥാനുമായിട്ട് ചേർന്നോളാം എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അന്നത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇന്ത്യയുമായിട്ട് നിങ്ങൾക്ക് ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ചേരാം. പക്ഷേ ഈ ചേരുന്ന അന്ന് പ്രവിശ്യ എന്നാണല്ലേ പറയുന്നത്. ഈ പ്രവിശ്യയ്ക്ക് പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഉണ്ടായിരിക്കണം. അല്ലാതെ പാകിസ്ഥാൻ അവിടെ കിടക്കുന്നു, ഹൈദരാബാദ് ഭാരതത്തിൻ്റെ നടുക്ക് കിടക്കുന്നു, പാകിസ്ഥാൻ്റെ ഒരു കഷ്ണം നമ്മുടെ നെഞ്ചിനകത്ത് വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. കോമൺ ബോർഡർ വേണം. ഇതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ കോമൺ ബോർഡർ ഹൈദരാബാദിന് ഇല്ല. മാത്രമല്ല അവിടുത്തെ ജനങ്ങളും പാകിസ്ഥാനുമായിട്ട് ചേരാൻ തയ്യാറല്ല. അപ്പോൾ ഇവർ റസാക്കർമാർ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടത്. ബേസിക്കലി ഒരു വയലൻറ്റ് കമ്മ്യൂണിറ്റിയാണ് റസാക്കർമാർ. അവരാണ് പാകിസ്ഥാനിലും നമ്മളുടെ ഓക്കുപ്പൈഡ് കാശ്മീരിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയത്. ഇതുപോലത്തെ ഈ ഗോത്രവർഗ റസാക്കർ വിഭാഗമാണ്. വളരെ വയലൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. അതിൽപ്പെട്ടതാണ് ഈ അസദുദ്ദീൻ ഒവൈസിയുടെ അപ്പൂപ്പൻ. അസദുദ്ദീൻ ഒവൈസിയുടെ അപ്പൂപ്പനാണ് മല്ലികാർജുൻ ഖർഗെയുടെ വീട് ആക്രമിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെയൊക്കെ തീയിട്ട് കൊന്നത്. മല്ലികാർജുൻ ഖർഗെ ഇപ്പോൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു കാര്യം. അപ്പോൾ അങ്ങേരുടെ മകൻ സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസി അങ്ങേരാണ് ആദ്യമായിട്ട് ഈ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന പാർട്ടി ഉണ്ടാക്കുകയും ലോക്സഭയിലേക്ക് ഹൈദരാബാദിൽ നിന്ന് തിരഞ്ഞെടുത്ത് വരികയും ചെയ്ത ആൾ. ഇങ്ങേര് അയാളുടെ മകനാണ്, സലാഹുദ്ദീൻ ഒവൈസിയുടെ മകനാണ് അസദുദ്ദീൻ ഒവൈസി. അസദുദ്ദീൻ ഒവൈസി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പാസ്സായി, ലോ ഡിഗ്രി ഉണ്ട്, നല്ല വാക് സാമർഥ്യമുണ്ട്, കാഴ്ചയിലും വലിയ 6 അടി പൊക്കമുള്ള മനുഷ്യൻ, പിന്നെ തൊപ്പി തലക്കെട്ട് അത് ഇതൊക്കെ ആയിട്ട് ഇസ്ലാമിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് ഭാരതത്തിൽ. അദ്ദേഹം പാർലമെന്റിൽ ആദ്യമായിട്ട് വന്നപ്പോൾ പോലും ജയ് പാലസ്തീൻ വിളിച്ചുകൊണ്ടാണ് വന്നത്. അതെ അതെ അതെ. ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ജയ് പാലസ്തീൻ പറഞ്ഞു. അപ്പോൾ അസദുദ്ദീൻ ഒവൈസി ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമായിട്ട് മാറി. ലോക്സഭയിൽ മുസ്ലിം ലീഗിന് 2 MP-മാരുണ്ട്, MIM-ന് 1 MP-യേ ഉള്ളൂ. ബട്ട് ഈ 2 MP-മാരെ നിഷ്പ്രഭരാക്കിക്കൊണ്ടാണ് ഇയാളുടെ പ്രസംഗം. കാരണം ഇയാൾക്ക് ഹിന്ദിയിൽ പ്രസംഗിക്കാനറിയാം, ഉറുദുവിൽ പ്രസംഗിക്കാനറിയാം, ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനറിയാം. അതും ഫ്ലുവൻ്റായിട്ട് മനോഹരമായിട്ട്, തപ്പി തടഞ്ഞു വീണ് അങ്ങനെയല്ല. ഒരു കാര്യം താൻ വിചാരിച്ച രീതിയിൽ കൺവിൻസിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള അസാമാന്യ കഴിവ് അസദുദ്ദീൻ ഒവൈസിക്കുണ്ട്. ഇയാളുടെ അനിയനുണ്ട് അക്ബറുദ്ദീൻ ഒവൈസി.
അയാളാണ് 15 മിനിറ്റ് നേരം പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ ആൾ, ഹിന്ദുക്കളെ മുഴുവൻ വകവരുത്തുമെന്ന് പ്രസംഗിച്ച ആൾ. അയാൾ ഇതിലും വലിയ തീവ്രവാദിയാണ്. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ഫുൾ വീഡിയോ കിട്ടാത്തത് കൊണ്ട് കോടതിയിൽ അക്ബറുദ്ദീൻ ഒവൈസി രക്ഷപ്പെട്ടു. കോടതി പറയും, നിങ്ങളൊരു കഷ്ണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഫുൾ പ്രസംഗം കേൾക്കട്ടെ, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ഫുൾ പ്രസംഗം ആരുടെയും ഇല്ല. അപ്പം അതുകൊണ്ട് അക്ബറുദ്ദീൻ ഒവൈസി രക്ഷപ്പെട്ടു. അസദുദ്ദീൻ ഒവൈസിയുടെ പേരിലും അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ FIR അത് ഇതൊക്കെ ഉണ്ട്, അയാൾ മൈൻഡ് ചെയ്യാറില്ല. ഇത്തവണ അസദുദ്ദീൻ ഒവൈസി എന്ത് ചെയ്തു, ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട, അതിൻ്റെ സീക്വൻസ് എനിക്ക് ഓർമ്മയില്ല, താഹിർ ഹുസൈൻ എന്ന ക്രിമിനൽ, 18 കേസുണ്ട് അയാളുടെ പേര്. ഡൽഹി കലാപത്തിൻ്റെ സമയത്ത് ഒരു ഇൻ്റലിജൻസ് ഓഫീസർ, സെൻട്രൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഓഫീസറെ കൊന്നതടക്കം 18 കേസുകളുണ്ട്. UAPA കേസുണ്ട്, PMLA കേസുണ്ട്. ഇയാൾക്ക് അസദുദ്ദീൻ ഒവൈസി ടിക്കറ്റ് കൊടുത്തു, MLA ടിക്കറ്റ് കൊടുത്തു, മുസ്തഫാബാദ് എന്ന് പറഞ്ഞു ഡൽഹിയിലെ ഒരു നിയോജകമണ്ഡലം. എന്നിട്ട് കാശ് മുടക്കി സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ പ്രതി, സുപ്രീം കോടതി പിന്നെ കാത്തിരിക്കുകയാണ് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ പുറത്തിറക്കാൻ, കസ്റ്റഡി പരോൾ കൊടുത്തു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. അസദുദ്ദീൻ ഒവൈസി അവിടെ പോയി 4 ദിവസം ക്യാമ്പ് ചെയ്തിട്ട് ഈ മനുഷ്യന് താഹിർ ഹുസൈന് വേണ്ടിയിട്ട് വലിയ പ്രചരണം നടത്തി, വൻ കോലാഹലം നടത്തി. അതേ തുടർന്ന് അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചു. 63% മുസ്ലിങ്ങളുള്ള മുസ്തഫാബാദിൽ BJP ആയ ഹിന്ദുവായ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു. ഇതാണ് അസദുദ്ദീൻ. ഇപ്പോൾ പേര് മാറ്റാൻ പോകുന്നത്, പേര് അത് വേറൊരു മണ്ടത്തരാണ്. ഡൽഹി അസംബ്ലി ഇപ്പം നിലവിലുണ്ടോ? ഇല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. BJPയുടെ പാർലമെൻ്ററി പാർട്ടി കൂടിയിട്ടില്ല. MLAമാരെ വിളിച്ചു കൂട്ടി അതിലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. സാങ്കേതികമായിട്ട് മുഖ്യമന്ത്രി അതിനു മുമ്പ് അവർ തീരുമാനിച്ചു കാണും. ബട്ട് ആ അനൗൺസ്മെൻറ്റ്, ആ പ്രോസസ്സ് ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട MLAമാർ കൂടിയിട്ട് അവരുടെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇത് സംഭവിക്കുന്നത് MLAമാരെല്ലാം കൂടും. അതിൽ അമിത്ഷാ ഉണ്ടാവില്ല, മോദി ഉണ്ടാവില്ല, MLAമാർ മാത്രം. എന്നിട്ട് അതിനകത്ത് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ളവരും ഉണ്ടാകും. എന്നിട്ട് ആരെയാണോ തീരുമാനിച്ചിരിക്കുന്നത് അയാളുടെ പേര് ഒരാളിനെ കൊണ്ട് അനൗൺസ് ചെയ്യിക്കും, ബാക്കി എല്ലാവരും കൈയടിച്ച് പാസ്സാക്കും. ഈ പ്രൊസീജിയർ തീർന്നിട്ടില്ല. BJP ഡൽഹിയിൽ അധികാരത്തിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം ഡൽഹി ഭരിക്കുന്നത് അതിഷി മർലേനയാണ്. കെയർടേക്കർ മുഖ്യമന്ത്രിയായിട്ട് അവരാണ് തുടരുന്നത്. ഈ സമയത്ത് മുസ്തഫാബാദിൻ്റെ പേര് മാറ്റാൻ പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? ഇവർ കൂടിയിട്ട് പോലുമില്ല. ഒരു തവണ അസംബ്ലി കൂടിയിട്ടില്ല. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. MLAമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ല. പ്രോട്ടേം സ്പീക്കറിനെ എടുത്തിട്ടില്ല. സ്പീക്കറിനെ, ഡെപ്യൂട്ടി സ്പീക്കറിനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോഴാണ് മുസ്തഫാബാദിൻ്റെ പേര് മാറ്റാൻ പോകുന്നത്. ഇതാണ് ഈ ഒരു ബഹളം കേൾക്കുമ്പോൾ ആൾക്കാരെല്ലാം അവർ അധികാരത്തിൽ വന്ന് തുടങ്ങി എന്നിങ്ങനെ എല്ലാവർക്കും ബബിതയ്ക്കും തോന്നിയില്ലേ, വന്നിരുന്നതിന് മുമ്പേ തുടങ്ങിയോ, ഈ തോന്നലുണ്ടാക്കിക്കുക. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞപ്പോഴാണ് ബബിതയുടെ ശരിയാണ്, ഇത് മുഖ്യമന്ത്രിയായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. കെയർടേക്കർ മിനിസ്റ്ററായിട്ട് ഇപ്പോഴും അതിഷി മർലേന തുടരുകയാണ്. ഭരണഘടനാപരമായിട്ട് ഷീസ് ദ ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും. ഇപ്പോൾ മണിപ്പൂരിൽ ബീരേൻ സിംഗ് രാജിവെച്ചു. ബട്ട് അവിടെ മുഖ്യമന്ത്രി ആരായി? ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് ബീരേൻ സിംഗ് തന്നെയാണ്. കെയർടേക്കറായിട്ട് ബീരേൻ സിംഗ് തുടരുന്നു അടുത്ത മുഖ്യമന്ത്രി വരുന്നത് വരെ. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി, ബട്ട് സാങ്കേതികമായിട്ട് ബീരേൻ സിംഗ് ആണ്. അപ്പോൾ ബീരേൻ സിംഗിന് വീണ്ടും വേണമെങ്കിൽ മുഖ്യമന്ത്രിയാവാം. അതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് എന്ത് വാങ്ങിക്കോട്ടെ. ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ. ഇപ്പോൾ ഈ ഡൽഹി പോലെ ഇരിക്കില്ലല്ലോ ബീഹാർ. ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണമല്ല, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമാണ്. അപ്പോൾ അതിൻ്റെ ചില വ്യത്യാസങ്ങളുണ്ടാകും. എന്ത് വാങ്ങിക്കോട്ടെ, ആസ് ഓൺ ഡേറ്റ് ഡൽഹിയിൽ BJP അധികാരത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് മുസ്തഫാബാദിനെ പറ്റി വേണ്ടാത്തതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് ചിലപ്പോൾ പേര് മാറ്റിയെന്ന് വരും. മാറ്റേണ്ടതുമാണ്. എനിവേ, അസദുദ്ദീൻ ഒവൈസിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത്രയും ഗുണദോഷങ്ങളൊക്കെയാണ് ഉണ്ടായത്. BJPക്ക് ഗുണമുണ്ടായി. BJP വാസ്തവത്തിൽ അസദുദ്ദീൻ ഒവൈസി BJPയുടെ B ടീമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കാറുണ്ട്. ഇയാൾ ഈ കോൺഗ്രസ്സിന് കിട്ടേണ്ട മുസ്ലിം വോട്ടുകൾ ഇയാൾ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അയാളോ ജയിക്കുന്നില്ല, ഞങ്ങൾ തോക്കുന്നു,
ആ ഗ്യാപ്പിൽ BJP ജയിക്കുന്നു. അയാളതൊന്നും കേൾക്കാൻ തയ്യാറില്ല. അയാൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുമെന്ന് ഉറപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അസദുദ്ദീൻ ഒവൈസി. അയാളുടെ കയ്യിൽ ഇതുകൊണ്ട് മറ്റേ ഹൈദരാബാദിലെ ഒരു ലോക്സഭാ മണ്ഡലമുണ്ട്. പിന്നെ കുറച്ച് MLA-മാർ അവിടെ ഇവിടെ മഹാരാഷ്ട്രയിലേക്ക് ജയിക്കാറുണ്ട് അയാളുടെ MLA-മാർ, 1-2 ഒക്കെ. അങ്ങനെ ഒരു ലോക്കൽ മാടമ്പിയായിട്ട് കഴിയുന്ന ആളാണ് അസദുദ്ദീൻ ഒവൈസി. പാർലമെൻറ്റിൽ പുള്ളി വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, എല്ലായിടത്തും എറിയുക, അങ്ങനെയുള്ള ഭയങ്കര പ്രകടനമാണ് ആള്. അത് ഒരു ഷോമാനാണ്. അതിനുള്ള സ്റ്റഫ് കയ്യിലുണ്ട്. ഒരു ഷോ നടത്താൻ കയ്യിൽ കുറച്ച് കോപ്പുകൾ വേണമല്ലോ ആ നാടകം നടത്തണമെങ്കിൽ. അതിനുള്ള കോപ്പ് അച്ഛൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ വഖഫ് ബോർഡ് വരുമ്പോൾ ഇത്ര നാളും പിടിച്ചു വെച്ചതൊക്കെ കയ്യിൽ നിന്ന് പോകാനുള്ള ഒരു ടെൻഷനല്ലേ പുള്ളി ഇപ്പോൾ ഈ കാണിക്കുന്നതല്ല. 11,000 കോടിയുടെ വഖഫ് സ്വത്തുക്കളാണ് അസദുദ്ദീൻ ഒവൈസി കൈയടക്കി വെച്ചിരിക്കുന്നതെന്ന് പത്ര റിപ്പോർട്ടുകളുണ്ട്. നമുക്കറിയില്ല. ഹൈദരാബാദിലെ പല കണ്ണായ സ്ഥലങ്ങളും ബിൽഡിങ്ങും എല്ലാം വഖഫിൻ്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നത് അസദുദ്ദീൻ ഒവൈസിയാണ്. അപ്പോൾ 11,000 കോടി രൂപയുടെ നഷ്ടം വരുന്ന ഒരാളുടെ നിലവിളി എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ആ നിലവിളിയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ കയ്യിൽ നിന്ന് മൊത്തം പോണതിൻ്റെ നിലവിളിയാണ് ഒവൈസി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എവിടം വരെ ഒവൈസിയുടെ കരച്ചിൽ കൂടുമെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.